ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുഅ്മിനായ ഒരു മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ ഫയതീഹി മർകബുഹു ഇലാ ഖബ്രിഹി, അവിടെ വാഹനത്തും ഓടുന്ന വാഹനങ്ങളുമുണ്ട്, പറക്കുന്ന വാഹനങ്ങളുമുണ്ട്, നടക്കുന്ന വാഹനങ്ങളുമുണ്ട്. ചില വാഹനങ്ങൾ നടന്നു പോവും, ചില വാഹനങ്ങൾ ഓടിപ്പോവും, ചില വാഹനങ്ങൾ പറന്നു പോവും. ഇവനെന്തുണ്ടാവും? വാഹനമുണ്ടാവും. മറ്റോനോ തമ്മാടിയാണെങ്കിൽ 2 മലക്കുകൾ അവന്റെ ഖബറിന്റെ അരികിൽ വന്നു നിൽക്കും. അവന്റെ മുഖത്തും അടിക്കും, അവന്റെ മുഖത്തും അടിക്കും, ബാക്ക് സീറ്റിലും അടിക്കും. ബാക്ക് സീറ്റിൽ അടിച്ചാൽ മുന്നിൽ കൊണ്ടിരും, മുന്നിൽ അടിച്ചാൽ നീങ്ങൂല്ല. അങ്ങനെ ഒരു മുട്ടിട്ടഴഞ്ഞ് 1000കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടാണ് മഹ്ശറിലെത്തുക. അല്ലാഹു നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. വൽമലായികത്തു യദ്രിബൂന അലാ വുജൂഹിഹിം വഅദ്ബാരിഹിം, അവരെ മുന്നിലും അടിക്കും, ബാക്കിലടിക്കും. ബാക്കിൽ നിൽക്കുന്ന മലക്ക് അങ്ങോട്ട് അടിക്കും, അപ്പം മുന്നോട്ട് നീങ്ങേണ്ടി വരും. അവിടുത്തെ മലക്ക് ഇങ്ങോട്ട് ഓടിക്കും, മുന്നിലൊടിക്കും, മുഖത്ത് അലാ വുജൂഹിഹിം വഅദ്ബാരിഹിം, മുഖത്തടിക്കും, ദുബറിലടിക്കും. 2 അടി അടിച്ചുകൊണ്ടേയിരിക്കും. 1000കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ. മറ്റോരോ അവരുടെ വാഹനം അവർ ചെയ്ത അമലനുസരിച്ച് മശറയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനിച്ചുണ്ട്. ഈമാനുണ്ട്. പിന്നെ വാഹനാമലനുസരിച്ച് ഈമാനുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അമലായിരിക്കും. പക്ഷെ എന്തുണ്ടാവും? വാഹനം ഉണ്ടാവും, നടക്കേണ്ടി വരില്ല. കൂട്ടത്തിൽ നമ്മൾ പെടുത്തും. ചില വാഹനങ്ങൾ പറക്കും, ചിലരുള്ളരിയോടും, ചിലത് നടക്കും. എന്താണ് ഈ എന്തുണ്ട്? അപ്പോൾ അള്ളാഹു ഇവരെ ബഹുമാനിച്ച അള്ളാഹിന്റെ അതിഥികളാണ്. പിന്നെ എങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കുക? മനസ്സിലായില്ലേ? വെള്ളം കിട്ടും. ആദ്യം ഉറപ്പ് ആ ഖബറിന്റെ അല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനെ ഞാൻ കാണുന്നുണ്ട്. ഇന്നി അറാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖൂമൂന മിൻ ഖുബൂരിഹിം ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. ഹബീബ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ അവകാശികളെ ഞാൻ കാണുന്നുണ്ട്. ഫയഖൂമൂന മിൻ ഖുബൂരിഹിം, അവർ ഖബറുകളിൽ നിന്ന് എണീക്കും. ഫയൻഫുദൂന തുറാബ മിൻ റൂസിഹിം, തലയിൽ നിന്ന് കൊടിയും മണ്ണ് നിന്ന് എണീറ്റല്ലേ, അപ്പൊ തലയൊക്കെ എന്ത് ചെയ്യും? ഒന്ന് കൊടയും. ഫയഖൂലൂന അൽഹംദുലില്ലാഹ്, പിന്നെ അവരെന്ത് പറയും? അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതന്നെ വആഖിറു ദഅവാന, അത് നമ്മളവിടെ പറയുന്ന അതാണ്. അവിടെ അവസാനം അവർ പറയാ അൽഹംദുലില്ലാഹ്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അടിക്കിറങ്ങി പോവും. പിന്നെ പൊങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. പിന്നെ എവിടെ അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? അല്ലാഹ് സ്ഥിരൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹ് പഠിച്ചോനെ, എല്ലാവരും ആരാണെങ്കിൽ അപ്പാക്കി എല്ലാവരും അതിൽ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാളും പരാജയപ്പെടാൻ പാടില്ല. എല്ലാവരും നമ്മളൊക്കെ ഒരാൾക്കും ഹൈർ മാത്രം ഉദ്ദേശിച്ചാൽ മതി. എല്ലാവരും അറിയുമ്പോൾ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശക്തിയാക്കി പറയും. അതെന്തിനാണ്? നന്മ നാട്ടിൽ നടക്കാൻ വേണ്ടിയാണ്. അതേ സമയത്ത് ഒരാളും പേക്കാൻ പാടില്ല, ഒരാളും വീണു പോകാൻ പാടില്ല. എല്ലാവരും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ചിന്തിക്കുക. അപ്പൊ ഞാൻ ഇതന്നെ മർക്കബ് ചെയ്താലും മർക്കബിന്റെ വാഹനം ഉണ്ടാവും. വാഹനമില്ലാത്ത ഒരാളുമില്ല. സിറാത്ത് പാലത്തിൽ വാഹനം ഉണ്ടാവും. ഫാത്തിമ സബഖത്നി അന അലൽ ബുറാഖി വഹിയ അലാ ഉളഹിയതിഹാ. ഫാത്തിമയും ഞാനും കൂടെ പോവുകയാണ്. റളിയല്ലാഹു അൻഹ. അലൽ ബുറാഖി, മശറിക്കുള്ള യാത്രയിലാണ്. അലൽ ബുറാഖി, ഞാൻ എന്തുമലാണ്? ഫാത്തിമ അലാ ഉളഹിയതിഹാ, ഫാത്തിമ ഉളഹിയത്തിന്റെ മൃഗത്തിന്റെ മേലെയാണ്. സബഖത്നി, ഫാത്തിമന്റെ മുന്നിലാണ്. റളിയല്ലാഹു അൻഹ. ഫാത്തിമന്റെ ഉള്ള ഒട്ടകം ഇങ്ങനെ പറക്കുക, ആരെയും വിട്ട്. ബുറാഖൊന്നല്ല, ഫാത്തിമ സബഖ്. എന്താ അതിൻ്റെ ഒരു ആശയം? ഇതൊരു പ്രേരണയാണ്. എന്തിന്? നിങ്ങൾക്ക് ബുറാക്കില്ലാതെ നിങ്ങൾ വിഷമിക്കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത് അതന്നെ.
അതായത് ഇവിടെ ദുനിയാവിൽ മാത്രമേ ബുറാക്കിന്റെ രൂപം കാണിക്കുള്ളൂ. അവിടെ ഇല്ല എന്നല്ല, അതിനോട് കിടപിടിക്കുന്ന മാത്രം ആർക്കും ഉണ്ടാവും. നിങ്ങളെ ഉദയത്തിന്റെ വാഹനത്തിനുണ്ടാവും. ഉദയത്തെടുത്തോളി, അറിവിൽ കൂടിക്കോളി. ഇതൊക്കെ ഇതിനർത്ഥമുണ്ട്. ഫാത്തിമ ഫാത്തിമ അലൽ ബുറാഖി ഫാത്തിമ അന അലൽ ബുറാഖി ഫാത്തിമ അലാ ഉൽഹിയതിഹാ. അല്ലാഹു തആല നമ്മൾ ചെയ്തൊക്കെ സ്വീകരിക്കട്ടെ. ഇല്ലാതെ അറക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ ചിന്തിക്കുമ്പോൾ? അപ്പോൾ ഇതൊക്കെ ആശയം പേടിക്കണ്ട, മാനുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ عن أبي هريرة رضي الله عن النبي صلى الله عليه وسلم قال بين أنا نائم على الحوض بين أنا قائم على الحوض إذا زمرة حتى إذا عرفتم خرج رجل من بيني وبينهم فقال هلم فقلت إلى أين؟ إلى النار والله. قلت ما شأنه؟ فقال إنهم قد ارتدوا على أدبارهم القهقراء ثم إذا زمرة أخرى حتى إذا عرفتم خرج من بيني وبينهم رجل فقال لهم هلما فقلت إلى أين؟ قال إلى النار. قال ما شيء؟ قلت ما شأنهم؟ قال إنهم ارتدوا على أدبارهم فلا أراه يخلص من مثلا إلا يخلص منهم إلا مثل حمل النعم. الله അർത്ഥം പറഞ്ഞുതരാം. ഇതിലാദ്യം കൊണ്ടുവരുന്ന ഹദീസാണ് എനിക്ക് കിട്ടുള്ളൂ. അതായത് നമ്മളൊരു നന്മ ചെയ്ത് എന്ന് വിചാരിച്ചിട്ടൊന്നും രക്ഷപ്പെടുന്ന വിചാരിക്കില്ല. ചിലപ്പോൾ അതിനെ നശിപ്പിക്കുന്ന തിന്മയും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഹൗളിൽ എന്റെ കരയിൽ നിൽക്കവേ ഇതാ സുംറത്തുന, അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അനറഫ്തും ഇതാ അറഫ്തും, ഞാൻ അവരെ അറിയും. ഞാൻ അവരെ അറിയുന്ന പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാലോ, അവർ പിൽക്കാമികളാണ്, സ്വഹാബികളല്ല. സ്വഹാബികളൊക്കെ ഇവിടേക്കുള്ളവരാ, സിറാത്തുമാരും കിഴക്കൻ നല്ല മനുഷ്യന്മാരല്ല. അവരൊക്കെ അസ്ഹാബിക്കൻ നുജൂം. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളെ ആരറിയും? അതാരും തീരുമാനിക്കുക. ഖിയാമത്ത് നാൾ വരെയുള്ളവരൊക്കെ ആരറിയും? അറിയാതെ എല്ലാവരും അറിയും, ഒക്കെ അറിയും. അപ്പോൾ അവരിങ്ങനെ ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ട് ഇങ്ങനെ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് നോക്കും. ഞാൻ അവരെ തിരിച്ചറിയുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിന്റെ ഇടയിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും, ഒരു മലക്കായിരിക്കും. അവരിന്റെ അടുത്ത് ഇങ്ങനെ എത്തി. ഞാൻ അവർക്ക് ഇനി അബ്ദുൽ കൗസറാണ് കൊടുത്താൽ മതി. അവർക്ക് എത്തുമ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടി ഇടയിൽ നിൽക്കുന്ന എന്റെയും വരുന്ന അവരുടെയും ഇടയിൽ പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടും. കാല, അയാൾ പറയും ഹലുമ്മ, ഇങ്ങോട്ട് പോട്ടെ. കൊൽത്തു, അപ്പൊ ഞാൻ അയാളോട് ചോദിക്കും. ഫക്കൊൽത്തു, അപ്പൊ ഞാൻ അയാളോട് ചോദിക്കും ഇല്ല അയിൻ, എവിടുക്കാണോ അവര് കൊണ്ടത്? ഇല്ലെന്നാരി വരുന്നേരക്കത്തി കൂട്ടെ, അവർക്ക് ഇവിടെ പറ്റൂല. കൊൽത്തു, അപ്പൊ ചോദിക്കും മാഷേനും, അവരെന്റെ സമുദായമാണല്ലോ, അവരെന്റെ സമുദായമാണല്ലോ, അവരെന്റെ സമുദായത്തിൽപ്പെട്ടവരല്ലേ, നിങ്ങളെന്തിനാ അവരെ ഒഴിവാക്കണം? എന്തിനാ അവരെന്തിനാ എങ്ങനെ നരകത്തിലേക്ക് നിങ്ങൾ ഓടിക്കുന്നത്? എന്തിനാണ് അവര്? അപ്പോൾ കൊൽത്തു, ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ അവരോട് ചോദിക്കും മാ ഷൈനും, ഇവരെ പ്രശ്നം എന്താ? കാല, അപ്പോൾ അയാൾ പറയും, ആ നിൽക്കുന്ന ആൾ പറയും ഇന്നവും ഇർത്തത്വാരാധിപാരിയും, അവരൊക്കെ വിശ്വാസം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ചാൽ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായിന്, നിങ്ങൾ 96 പിന്നെ അവരൊക്കെ എന്താക്കി? അതൊക്കെ ഒഴിവാക്കി, അവരൊക്കെ പോയി. അതായത് ഈ ഈമാനെ നശിപ്പിക്കുന്ന പണി പിന്നെ അവര് എടുത്തിട്ടുണ്ട്. കാത്തി രക്ഷിക്കട്ടെ. അതാ പറഞ്ഞ് ഇന്നലെ മിന്നാന്ന് നമ്മളെ ക്ലാസ്സിൽ നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉമ്മത്തിപ്പെടാൻ തോർന്നോളി. എവിടെ ഒരു ഉമ്മത്തിനെ പറ്റി പറഞ്ഞൊരു ഹദീസ് പറഞ്ഞല്ലോ, ഇന്നലെ മിന്നാന്നോ, ഇന്നലെയല്ല മിനിഞ്ഞാന്നോ ഒരു ഹദീസ് പറഞ്ഞല്ലോ, എന്തോ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകത. അവിടെയല്ല, ഇവിടെയല്ല, ടേൺ ടു അല്ലാഹ് ക്ലാസ്സിലാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂൽ മഹ്ശറിൽ വരുമ്പോൾ ശരീരം മുഴുവനും വിളക്കിരിക്കും, വിളിച്ചു. മനസ്സിലായില്ലേ? ഓരോ മുടിമേൽ വിളക്കുണ്ടാവും. എന്നാൽ ഉമ്മത്തിൽപ്പെട്ട ആൾക്ക് ലഹുവാർബാത്ത് മസാബി, 4 വിളക്കുകളെങ്കിലും ഉണ്ടാവും. നബിയെ പോലെ എല്ലാ നബിമാർക്കും 4 വിളക്കുണ്ടാവും. അവരെ ഉമ്മത്തിന് ഓരോ വിളക്കുണ്ടാവും.
അമ്പിയാക്കന്മാരെല്ലാം മഹ്ശറിൽ വരുമ്പോൾ ഓരോ നബിയുടെ കയ്യിലും 4 മസാബിഹ 4 വിളക്കുകൾ ഉണ്ടാകും. വമാ കുല്ലി മൻ ഇത്തബഅഹു മിസ്ബാഹുൻ വാഹിദുൻ. മനസ്സിലായില്ല? മിഞ്ഞാന്ന് 10th ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് അമ്പിയാക്കളെല്ലാം മഹ്ശറിൽ വരുമ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ടാവും? 4 മസാബിഹ് 4 വിളക്കുകൾ ഉണ്ടാവും. അവരോടുകൂടെ പിന്തുടർന്നവർക്ക് ഓരോ വിളക്കുണ്ടാവും. അപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടുന്ന മുസ്തഫ നബിയാണ്. ഓരോ മുടിക്കൊരു വിളക്കുണ്ടാവും. താടിയിലെ ഓരോ രോമത്തിനും വിളക്കുണ്ടാവും. ഓരോ മുടിക്കൊരു വിളക്കുണ്ടാവും. ഓരോ താടി രോമത്തിനും വിളക്കും. ശരീരമൊക്കെ വിളക്കുണ്ടാവും. മുസ്തഫ റസൂലുള്ളാഹിന്റെ കൂടെ ഖിയാമത്ത് നാൾ വരെ പിന്തുടരുന്ന എല്ലാവർക്കും 4 മസാബി മിസ്ലൻ നബി, മീസത്ത് മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അതായത് മറ്റുള്ള അമ്പിയാക്കന്മാരെ ബഹുമാനം ഇവിടെ ആർക്ക് കൊടുക്കും? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മുഴുവൻ കൊടുക്കും. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ. പക്ഷെ അപ്പൊ എന്താകണം? ഉമ്മത്ത് മുഹമ്മദ് അത് പണിയാണ്. നമ്മൾ റേഷൻ കാർഡിൽ മുസ്ലിം മാപ്പിള എഴുതിയോണ്ട് അത് കിട്ടൂല. അതാണ്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. നീ ഇവിടുന്ന് ഒരാളെ ഒഴിവാക്കിയോണ്ട് ആകാതെ കിട്ടൂല. മയല്ലോനെ പുറത്താക്കി, അതുകൊണ്ട് അതിൽ പെടാതിരിക്കൂല. ചില പുറത്താക്കി ഉമ്മത്തിൽപ്പെട്ട ആളാവൂല. ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും. നമ്മൾ വിചാരിക്കാം നമ്മൾ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ഉമ്മത്തിൽപ്പെട്ട ആളാവൂല, പുറത്താക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഈമാനെ നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പുറകോട്ട് പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. കൂടെ നോക്കണം, നോക്കണം. പകുതിയാകാനായി. ഞാൻ പറഞ്ഞ ദിവസമുള്ളൂ. എല്ലാവർക്കും ദ്വാരക്കലാവാൻ പാലും എനിക്കും ദ്വാരക്കണേ. ഞാൻ ദ്വാരക്കും. പൊട്ടി പൊട്ടി ദ്വാരക്കുക, രക്ഷപ്പെടാൻ. ദ്വാ ഫലിച്ച പിന്നെ അതിനനുസരിച്ച്. മനസ്സിലായില്ലേ? ഓനേക്ക് എടുത്തിട്ടിയാൽ മതി. ഓനെ പട്ടാളത്തേക്ക് എടുത്തിയാൽ പിന്നെ ഓനെ അവസാനിച്ച് ഓരോ സമയത്ത് ചെയ്യേണ്ടതും അതിൻ്റെ ബാഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിനെ പട്ടാളത്തേക്ക് എടുത്തിട്ടണം. ഓനെ എന്തിലേക്ക് എടുത്തിട്ടണം? ഉമ്മത്ത് മുഹമ്മദിലേക്ക്. പിന്നെ രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഇങ്ങനെ അവന് വന്നു ചേരും. അതേ സമയത്ത് അവിടുന്ന് പുറകോട്ട് പോയാൽ രക്ഷയില്ല. അങ്ങ് അപ്പോഴാണ് അപ്പോഴാണ് വേറൊരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെടുക. ഹത്തായിദാറഫ്തു, അവർ ഞാൻ അറിയുന്ന, അവർ തിരിച്ചറിയുന്ന ആളുകൾ തന്നെയാണ്. അവിടെ അടുത്തേക്ക് എത്തുമ്പോൾ ഹത്താ ഖറജമിൻ, രണ്ടാമത്തെ വിഭാഗം. ആദ്യ വിഭാഗം വന്നു, അവരെവിടെ വിട്ടു? നരകത്തിലോട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ വേറെ വിഭാഗം ഒക്കെ ലാസ്റ്റ് ഇരിക്കും. മനസ്സിലായി? ആദ്യം വെള്ളം കുടിച്ച് കൊണ്ടവർ പോയി. പിന്നെ വരുന്ന വിഭാഗങ്ങളായിരിക്കും ഇതൊക്കെ. അള്ളാഹു അവരൊക്കെ പറയുമ്പോൾ സമുദായം എന്ന് പറയും. പക്ഷെ അവിടെ എത്തിയ ആരാവില്ല. അള്ളാഹു തആല അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും തുറന്നു കേട്ടോ. അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ. അതുകൊണ്ട് ആയി കിട്ടിയാൽ മതി. എല്ലാം ക്ലിയറായിരിക്കും. എല്ലാം ക്ലിയർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു തആല എല്ലാത്തിനും എല്ലാ വിഷയത്തിലും അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു അതിലൊക്കെ നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹു അതിലൊക്കെ നമ്മളെ ചേർത്ത് തരും. ഇന്നും ആ ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹു തആല ഉമ്മത്തിൽ മല്ലം യഹ്തമ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളെ കാര്യം ഒരാൾക്ക് ഗൗരവമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. അസല കുട്ടികൾക്ക് നോമ്പർക്കല്ല. അതുകൊണ്ട് ആയിക്കോട്ടെ, നമുക്ക് എന്താ കാട്ടാൻ വയ്യ എന്നും പറഞ്ഞാൽ അവരെ പാടില്ല. അവന് വേദന വന്നു. ഒരാൾ നടന്നു എന്നോട് പറഞ്ഞു, എന്ത് അസല കുട്ടികൾക്ക് നോമ്പർക്കല്ല, ഇപ്പം ഞാൻ എന്താ കാട്ടാണ്? കൊല്ലം ചെയ്യാൻ കഴിയും? നിറേണ്ട ആവശ്യമില്ല. ഇതെന്തായാലും ദുഃഖത്തിൽ പങ്കാളിയാണോ? നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ, നമുക്ക് ദ്വാരക്കുക. അങ്ങനെയെങ്കിലും പറയണം. അങ്ങനെ പല നാട്ടിൽ പലത്തും നല്ലല്ലോ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ തീറ്റ നിർത്തണം. അങ്ങനെ അറിയാൻ പാടില്ല. മല്ലം യഹ്തമ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളെ കാര്യം ഒരാൾക്ക് ഗൗരവമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. തുറപ്പനല്ലേ? കോൺഗ്രസിനെ ക്ഷീണം പറ്റിയാൽ അതിനൊരാൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഓന ആരല്ല? കോൺഗ്രസ് അല്ലേ? രാജീവ് ഗാന്ധി അല്ല ഇപ്പം മത്സരിക്കുന്ന ഗാന്ധി എന്തിനു പേരെന്താ? ഗാന്ധി തോറ്റ്. എനിക്കതറിയണ്ട, ഞാൻ കോൺഗ്രസ് അല്ല. അപ്പോ തോറ്റു. രാഹുൽ ഗാന്ധി തോറ്റു. ഇപ്പൊ കോൺഗ്രസ് കാരം തിരിച്ചുകൊണ്ട് വരിക. രാഹുൽ ഗാന്ധി തോറ്റ്. ഓനാരല്ല, ഓനത് രാഹുൽ ഗാന്ധി തോറ്റു
റേഡിയോയിൽ പറഞ്ഞിട്ട് പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല. പിന്നെ ഉള്ളിൽ പോയി. പിന്നെ 2 ദിവസം പുറത്തേക്ക് ഇറങ്ങിയില്ല. എന്തുകൊണ്ട്? അവനതേ ചെയ്യാൻ കഴിയുള്ളൂ. രാഹുൽ ഗാന്ധിനെ മെല്ലെ പാർലമെന്റിൽ കൊണ്ട് ഇരുത്തവന് കഴിയുമോ? ഇല്ല. പക്ഷെ പോലെ പങ്കാളിയായി. എന്ത് 2 ദിവസം പുറത്തനെ, 3-ാം ദിവസം വീട്ടിൽ വന്ന് കയറുമ്പോൾ ചങ്ങായിമാരും ചോദിക്കും, അല്ല 2 ദിവസം ഇവിടെ നിന്ന് കണ്ടില്ലല്ലോ, ഒരാക്കിയ ചോദ്യം. എന്തുകൊണ്ട് കണ്ടില്ല? എന്തുകൊണ്ട് കണ്ടില്ല? ഇവനതിൽ എന്തുണ്ട്? വിഷമുണ്ട്. തന്നെ നീ എല്ലാത്തിനോട് കൂട്ടിക്കളി. മുസ്ലിങ്ങളുടെ കാര്യം ഒരാൾക്ക് ഗൗരവമായി തോന്നിയില്ലെങ്കിൽ അവർ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ അപ്പൊ ഇവരൊന്നും അങ്ങനെ കാത്തു രക്ഷിക്കട്ടെ. കണ്ട ദീനിനെ കൊണ്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റും വിറ്റിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരില്ലേ? പറയടാ, അതിനൊപ്പിച്ച് പറയും. നിസ്കരിക്കാനൊക്കെ വരും, പക്ഷെ പീഡിയക്കൊല്ലമൊക്കെ അറിയാം, ഒൽക്കൊപ്പിച്ചേ പറയുള്ളൂ. അങ്ങനത്തെ വരില്ലേ? അതാണ് തീരുമാനിച്ചു പോയാൽ മതി. ഉണ്ടോ അല്ലേ? അതുണ്ട്. നിസ്കാരത്തിനുള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, നിസ്കരിക്കാനൊക്കെ ഉണ്ടല്ലോ, തറാവീനുണ്ട്, പുറത്തിറങ്ങിയാലോ. മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയേ സംസാരിക്കോളൂ. എന്ത് കാര്യത്തിൽ മറ്റൊക്കെ ഒപ്പിച്ചേക്കുള്ളൂ. നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നീ വാങ്ങിക്കൊടുത്തില്ല എന്താ? അത് അന്തരീക്ഷ മലിനീകരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അപ്പം ആരൊപ്പം നിന്ന് മനസ്സിലായില്ല. വർത്താനത്തിന് അവിടെ ഒപ്പം നിൽക്കും. നമസ്കരിക്കാനും തറാവീനൊക്കെ ഉണ്ടാവും. ഈ കളി ഇത് പറ്റൂല. തറാവീന് വരണ്ട, പക്ഷെ കാര്യത്തിലൊപ്പം നിൽക്കണം. തറാവീൽ നിർബന്ധമല്ല. മനസ്സിലായില്ല. ഇത് തറാവീന് വരെയല്ല വേണ്ട. ഇത് എന്ത് വേണം? ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഒപ്പം നിൽക്കണം. അങ്ങനെ പറയാൻ പറ്റൂല. കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം മുഖ്യമന്ത്രിക്ക്. ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു, നല്ല ടൈം പറയണത്. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ സപ്പോസ് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ആ പാർട്ടി വിടും. കാരണം തറാമീനൊന്നും പറയണ്ടായില്ല. പക്ഷെ അതേ സമയത്ത് ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കും. അതാണ് വേണ്ടത്. ഇന്നുള്ള പല പാർട്ടിക്കാരുടെ അവസ്ഥ അങ്ങനെയല്ല. നിസ്കരിക്കാനൊക്കെ ഒരു വരും, പക്ഷെ ഒരു വിഷയം ഉണ്ടായാൽ നേരെ അപ്പുറത്തേക്കും. മുസ്ലിമീങ്ങളെ കാര്യം ഗൗരവമായി അത് സഹകരിച്ചു പോയിട്ടില്ലെങ്കിൽ അവൻ ആരിൽപ്പെട്ടവനല്ല. പറയടോ, അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. അഭിപ്രായക്കേടൊക്കെ ലീഗ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനൊക്കെ നിൽക്കണം. മറ്റേ അഭിപ്രായക്കേടൊക്കെ പറ്റുണ്ടോ? അതൊക്കെ രാഷ്ട്രീയം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ കാര്യത്തോടെ നിൽക്കണം. ശരിയാറ്റ് വിവാദം വരെയും പല അഭിപ്രായക്കേടിൽ സയ്യിദ് ഉമർ വാഫഖ് തങ്ങളും ശാപങ്ങളും ഒക്കെ പല അഭിപ്രായക്കേടിലൊന്നും. അതേ സമയത്ത് ശരിയാറ്റ് വിവാദം വന്നപ്പോഴോ അന്നൊരു രാജ്യം ഒറ്റക്കെട്ടായി. എന്തുകൊണ്ട്? ഇതൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? അത് സയ്യിദ് ഉമർ വാഫഖ് ദീനാണ്. മറ്റൊക്കെ കാര്യത്തിമ തൊടുന്നത് വരെയും അഭിപ്രായക്കേടൊക്കെ പറയും. കാര്യത്തിമ തൊട്ടാലോ നനഞ്ഞ തൂവലൊക്കെ ഒരു ഭാഗത്ത് വെക്കും. മനസ്സിലായില്ല? 984 വരെയും ലീഗ് രണ്ടായിരുന്നു. അതേ സമയത്ത് പിന്നെ ശരിയത്ത് വിവാദം വന്നു. അപ്പോഴെന്തായി? ഒന്നായി സയ്യിദ് ഉമർ വാഫഖ് ഷിഹാബ് തങ്ങൾ ഒന്നിച്ചു. എന്തുകൊണ്ട്? ഒരു പ്രശ്നമാണ്. അപ്പൊ സമുദായത്തിന് അവിടെ 2 ശബ്ദം ഉണ്ടാകാൻ പാടില്ല. ഒന്നിച്ചു. മനസ്സിലായില്ലേ? ഒക്കെ പഠിച്ചോളി. ഒക്കെ നമുക്ക് പാടാണ്. അതുവരെ അഭിപ്രായങ്ങളൊക്കെ പറയാം. വിഷയം ഉണ്ടായി ഒന്നിച്ചിക്കണം. ഒരു വേറെയും വിഭാഗം ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അവരെന്റെ അടുത്തെത്തുന്ന നേരത്ത് ഒരാൾ പ്രത്യക്ഷപ്പെടും, ഒരു മലക്ക്. ഇവിടേക്കല്ല, അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കും, എന്താ പറയുക പ്രശ്നം? അപ്പോൾ ആ മലക്ക് പറയും, എന്ത്? അവര് ആദ്യകാലത്തൊക്കെ ചിലതിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അവർ പുറകോട്ട് പോയിട്ടുണ്ട്. ഒട്ടകങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന അപൂർവം ഒട്ടകത്തെ പോലെയല്ലാതെ ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ കണ്ടില്ല. മനസ്സിലായില്ല? ചില സമയത്ത് ഒന്നിനും പറ്റാത്ത ഒട്ടകത്തെ ഒഴിവാക്കും. എപ്പോഴും ഒഴിവാക്കുക? അറക്കാനുമില്ല, ഓതുമില്ല, നടക്കൂല്ല, ഒന്നിനുമില്ല. പിന്നെ അത് ഒറ്റക്ക് മേഞ്ഞ് മരുഭൂമിയിലൂടെ നടക്കും. എൻ്റെ യജമാന അതിനെ ഒഴിവാക്കി. എന്തിനെങ്കിലും പറ്റുമെങ്കിൽ യജമാന് കോഴിക്കൊണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ? നഖം വെച്ചിട്ട് അതിനെ പണിയെടുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ പാലുമില്ല, ഒന്നുമില്ല. എന്നാലോ അറുത്തിട്ട് ഇറച്ചിയാക്കാം. അതിന് ആ ഒട്ടത്തിന് അല്ലാതെ ഒന്നുമില്ല. അപ്പൊ പിന്നെ അതിനെ ഒഴിവാക്കും. പിന്നെ അത് മരുഭൂമിക്ക് കൊടുത്ത് നടക്കും. സമയമാകുമ്പോൾ മരിച്ചു പോകും.
അതോ അത് 10,000 ഒട്ടകത്തിൽ ഒന്നുമില്ല ഉണ്ടാവില്ല എന്ന രൂപത്തിലല്ലാതെ ഈ ജനക്കൂട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ ഞാൻ കണ്ടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതായത് പല പാർട്ടികൾ ഇങ്ങനെ വരും. ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ യജമാനൻ ഒഴിവാക്കിയ ഒട്ടകത്തെ പോലെ അല്ലാതെ ഞാൻ കണ്ടില്ല. ഒരു വിധ കഴിയുമെങ്കിൽ യജമാനൻ ഒഴിവാക്കൂല. 1000 ഒട്ടകത്തിലും യജമാനൻ ഒഴിവാക്കുന്ന ഒട്ടകം ഉണ്ടാവില്ല. ചില ലക്ഷത്തിലൊന്നേ ഉണ്ടാവുള്ളൂ യജമാനൻ ഒഴിവാക്കുന്ന ഒട്ടകം. കാരണം ഒന്നിനും പിന്നെ അതിനെ കൂടെ ഒപ്പം നടക്കൂല. പിന്നെ മറ്റൊട്ടകങ്ങൾക്കും മേക്കാരനും ശല്യമാണ്. എന്നാ അതിന് തിന്നാൻ കൊടുക്കാൻ തിന്നൂല. പിന്നെ അതിന് മര്യാദയ്ക്ക് നടക്കാൻ കഴിയൂല. എന്നാ അതിനെ ഒരു കറവല്ല. എന്നാ അതിനെ എന്നാലും അതിനെ അർത്താലോ അല്ലാതൊന്നും കിട്ടാനില്ല. എന്നാ പിന്നെ അത് അതിന്റെ പാട്ട് നോക്കോട്ടെ. അർക്കാനും ജീവല്ല. അതിനോട് ഒഴിവാക്കി. ആ രൂപത്തിലല്ലാതെ ഈ പാർട്ടികൾ ഇങ്ങനെ ഇരച്ചു വരുന്ന ആളുകളെ കൂട്ടത്തിൽ അപ്രകാരമുള്ള ഒരാളെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതായത് രക്ഷപ്പെട്ടവരാൾ ലക്ഷങ്ങളിലൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുന്നവര് അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആ അവസ്ഥയ്ക്കൊന്നും എത്താൻ പാടില്ല. ഒന്നാം പാർട്ടി തന്നെ കയറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 490 കോടി ആളുകൾക്കാണ് ഹിസാബില്ലാത്ത സ്വർഗം കിട്ടുക. പിന്നെ നമ്മൾ വരില്ലെങ്കിലോ എത്ര 490 കോടി ആളുകൾ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കിടക്കും. സഭയുണ്ടാവില്ല. എത്ര 70,000 into 70,000 അപ്പൊ എത്ര 70,000 കുടിക്കുക 70,000 490 കോടി ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നതാണ്. മിനുമ്മത്തി മുഹമ്മദിൻ 490 കോടി കുറച്ചുണ്ടാവില്ല. അതിലൊരാളെ നമ്മളെ പേര് വേണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. 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 അല്ലാഹ് എന്ന് അപ്പൊ ചിന്തിക്ക. هذا الحديث مع صحته أدل دليل على أن الحوض يكون في قبل الصراط. لأن الصراط إنما هو جسر على جهنم ممدود يجاز عليه فمن جازه سلم من النار. പിന്നെയോ വമൻ ലം യജ്സിൽ വഖഅ ഫിന്നാർ. അല്ലാഹ് ഈ ഹദീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഖുർത്തുബി ഇമാം പറയാ. ഈ ഹദീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് സിറാത്ത് പാലത്തിന്റെയും മുമ്പാണ് ഹൗദ് സ്ഥാപിക്കാൻ വേണ്ടിയാ. അല്ലാതെ ഇവിടെ ഇത് പറയേണ്ട സ്ഥലമല്ലത്. ഈ ഹദീസ് പറയേണ്ട സ്ഥലമല്ല. പിന്നെ എന്തിനാ ഞാൻ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്? അന്നൽ ഹൗള യകൂനു ഖബല സിറാത്തി, സിറാത്ത് പാലത്തിന്റെ മുമ്പാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അന്ന സിറാത്ത ഇന്നമാ ഹുവ ജിസ്റുൻ അലാ ജഹന്നമ. സിറാത്ത് പാലം എന്നാൽ നരകത്തിന്റെ മേലുള്ള ഒരു മേൽപ്പാലമാണ്. ഫമൻ ജാസഹു സലിമ, ഇന്ന് ഒരാൾ അത് കടന്നവൻ രക്ഷപ്പെട്ടവനാണ്. പിന്നെങ്ങനെ മലക്കുകളാട്ടുക? തിരിഞ്ഞില്ല. ഭയങ്കര അതിബുദ്ധിയാണ് ഈ പറയുന്നത്. നമ്മുടെ ഖുർത്തുബി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ഹൗലുൽ കൗസറിന്റെ അടുത്ത് ഞാൻ നിൽക്കും. പറയും മക്കളെ, വേഗം മനസ്സിലാക്കി. ഈ ഹദീസ് ഇവിടെ തെളിവായി ഖുർത്തുബി ഇമാം എന്തിനാ കൊണ്ടുവന്നത്? നമുക്കൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനാണ്. അതായത് സിറാത്ത് പാലത്തിന്റെയും മുമ്പാണ് എന്ത് ഹൗലുൽ കൗസർ എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഹൗലുൽ കൗസറിന്റെ അരികിലേക്ക് വരുമ്പോഴേത്തിന് മലക്കുകൾ അവരെ നരകത്തിലേക്ക് ആട്ടും. സിറാത്ത് പാലത്തിന്റെ മുമ്പാണെങ്കിൽ, സിറാത്ത് പാലത്തിന്റെ അല്ല, ഹൗലുൽ കൗസറിന്റെ മുമ്പാണ് സിറാത്ത് പാലത്തിനെങ്കിൽ ഓലിങ്ങോട്ട് പേരുന്നല്ലോ. കാരണം അത് കടക്കാത്തോരോ കഴിച്ചവിടുമല്ലോ. അതിൽ കടന്നോരോ രക്ഷപ്പെട്ടവരും അല്ലേ. രക്ഷപ്പെട്ടവർക്ക് എങ്ങനെ വെള്ളം കിട്ടാതിരിക്കണ്? മനസ്സിലായില്ല? അതിബുദ്ധിയായി പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഒരാൾ സിറാത്ത് പാലം കടന്ന ഓൻ എന്തായി? സലീമ. മൻ ജാത സിറാത്ത് പോവ സലീമ. സിറാത്ത് പാലം കടന്നോ രക്ഷപ്പെട്ടാണ് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ടോ?
മനസ്സിലായില്ലേ? അപ്പൊ അവൻ രക്ഷപ്പെട്ടവന്. സിറാത്ത് പാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരാളെ മലക്കുന്നാണ് നരകത്തിൽ പോയിക്കൊള്ളുന്നത് എങ്ങനെ പറയുന്നു? രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഹൗദുൽ കൗസറിന്റെ അരികിൽ ഞാൻ നിൽക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി. എന്റെ അടുത്തേക്ക് എത്താനാവുമ്പോഴത്തിന് മലക്ക് പ്രത്യക്ഷപ്പെട്ടാണ് നരകത്തിൽ പോയിക്കോട്ടെ, നരകത്തിൽ പോയിക്കോട്ടെ. അങ്ങനെ പല പാർട്ടികൾ വരും, അവരെ നരകത്തിലേക്ക് വിടും. മനസ്സിലായില്ലേ? അപ്പതിന്ന് മനസ്സിലാക്കാം എന്ത്? അതെ, സിറാത്ത് പാലത്തിന് മുമ്പാണ് ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറും കിട്ടാത്ത ടീമാണത്. ഇവർക്ക് എന്ത് കിട്ടിയില്ല? ഹൗദുൽ കൗസർ കിട്ടിയില്ല. അവരവിടുന്ന് തിരിച്ചു വിട്ടു. പിന്നെ അവർ പോകുമ്പോൾ അങ്ങനെ പല കടമ്പയുണ്ട്. അതിൽ കടമ്പയാണ് എന്ത്? സിറാത്ത്. ചാണ്ടു ചെയ്തു. അപ്പൊ ആദ്യം എന്താകണം? മനസ്സിലായില്ലേ? ആദ്യം സിറാത്ത് പാലാണോ? സിറാത്ത് പാലം കടന്നവർക്ക് പിന്നെ സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് ഹൗദുൽ കൗസർ എങ്കിൽ ഹൗദുൽ കൗസറിന് ഒരാളെ തല്ലേണ്ടി വരില്ല. നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ. മലക്കൾ നിന്നിട്ട് തല്ലി ആട്ടോലോ, പോടാ പോടാറ്. സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ് ഹൗദുൽ കൗസർ എങ്കിൽ ഒരു മലക്കിനും അവിടെ നിന്ന് ഒരാൾ തല്ലേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്തുകൊണ്ട്? രക്ഷപ്പെട്ടവർ മാത്രല്ലേ പാലം കിടക്കുള്ളൂ. പാലം കിടന്നിട്ടാണ് ഹൗദുൽ കൗസർ എങ്കിൽ വരുന്നവർക്കൊക്കെ കുടിച്ചോളിയും ഭംഗി വരില്ലേ എന്ന് പറയേണ്ടി വരുമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് മനസ്സിലാക്കാം. ആദ്യം ആണെന്ത്? ഇതിനെ മനസ്സിലാക്കാം. ഒരുപാട് തെളിവുണ്ട് തരാം. ഒരുപാട് തെളിവാണ്. അതിൽപ്പെട്ട തെളിവാത് പേടിക്കണ്ട. ആദ്യം എന്താണ്? അപ്പൊ അതിന് ദ്വാരക്കന്നെ എപ്പോഴും ദ്വാരക്കുക. എല്ലാ ദിവസവും 100 ഇന്നാക്കൽ കൗസർ ഓതി ദ്വാരക്കുക. 2 നേട്ടമുണ്ട്. പരമ നേട്ടം. പരലോകത്ത് കൗസറും കിട്ടും, ദുനിയാവിൽ സമ്പത്തും കിട്ടും. 2 നിയത്ത് ചെയ്യുക. പണ്ടേ ഞാൻ പറയലുണ്ട്, എല്ലാ ദിവസവും കൗസർ ഓത് 6 മിനിറ്റ് വേണ്ടി. 6 മിനിറ്റ് മഅൽ ബസ്മല, ബിസ്മിയോടുകൂടി. എന്തിനും ഓരോ സൂറത്തിലും ബിസ്മില്ല. എല്ലാ ദിവസവും 6 മിനിറ്റ് വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അങ്ങനെ ഓടുക. അങ്ങനെ ഓടുക. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അപ്പൊ 2 നേട്ടം എത്തിയ ഹൗദുൽ കൗസറും കിട്ടണം. ദുനിയാവിലെ കൗസർ എന്നാൽ സമ്പത്ത് സൗകര്യങ്ങൾ. ആഖിറത്തിലെ കൗസർ ഹൗദുൽ കൗസർ. രണ്ടിനും കൗസർ എന്ന് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു നാട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ ആ നാട്ടിൽ വാഹനമിറങ്ങുന്ന നേരത്തെ മറ്റൊരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് കൗസർ സൂറത്ത് 100 വട്ടം ഓടിയാൽ ആ നാട്ടിൽ നിന്ന് നഷ്ടത്തോടുകൂടെ തിരിച്ചു വരേണ്ടതുണ്ടാവില്ല എന്ന് കൗസറിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു നാട്ടിൽ നമ്മൾ ഇറങ്ങി, ഇതിന് പുറമെ, ഈ കൗസർ സൂറത്തിന് പുറമെ ഒരു നാട്ടിലിറങ്ങി, ഒരു നാട്ടിലെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി, എന്നാ എന്ത് ചെയ്യാം? കൗസർ 100 വട്ടം ഊതുക. നിങ്ങളെ മാക്കൊരു ഭർത്താവിനെ നോക്കാൻ വേണ്ടി പോയതാണ്. ഇറങ്ങി നാച്ചനാക്കൽ കൗസർ. എന്നിട്ട് എന്ത് പറയാ? അല്ലാഹ് ഖൈറാണെങ്കിൽ നടന്നാൽ മതി, ഖൈറല്ലെങ്കിൽ നടക്കരുത്. നഷ്ടം ഉണ്ടാവില്ല, ഖൈറാണെങ്കിലേ നടക്കുള്ളൂ. ഗൾഫിലൊക്കെ പോയാൽ ഒരു നാട്ടിൽ വിമാനം ഇറങ്ങുകയാണെങ്കിൽ കൗസർ സുഹൃത്ത് 100 വട്ടം മുട്ടനെ, നഷ്ടം ഉണ്ടാവില്ല. ഒരു കച്ചവടത്തിന് പോവുകയാണെങ്കിൽ കച്ചവടത്തിന് പുറപ്പെട്ടു, കച്ചവടത്തിന് എത്തുന്നതിന് മുമ്പ്, കസ്റ്റമറത്തിന് അടുത്തെത്തുന്നതിന് മുമ്പ് 100 വട്ടം പതിവാക്കിക്കോളി, ഭയങ്കര ഖൈറുണ്ടാവും. 6 മിനിറ്റ് മതി. ബിസ്മിയോടുകൂടെ ഉദാൻ തന്നെ 6 മിനിറ്റ് മതി. മനസ്സിലായില്ലേ? ദിവസം 100 വട്ടം. അതിൽ രണ്ടും ഉദ്ദേശിക്കുക. പരലോകത്തെ കൗസറും കിട്ടണം, ദുനിയാവിലെ റാഹത്തും കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അമ്പിയാക്കൾക്കെല്ലാം ഹൗലുകൾ ഉണ്ട്. ആ ഹൗലുകളും ഖബ്ല സിറാത്തിന്റെ മുമ്പായിരിക്കും. എല്ലാ നബിക്കും ഹൗലുണ്ട്. എല്ലാ നബിക്കും ഹൗലുണ്ട്. നല്ലവർക്ക് വെള്ളം കിട്ടുള്ളൂ. എനിക്ക് മാത്രമല്ല, അവർക്കുണ്ട്. അതിന് ഏറ്റവും വലിയ ഹൗലും ഏറ്റവും വലുതും എനിക്കാണ്. ഏറ്റവും ആളിൻ്റെ ഹൗലിലായിരിക്കും. മറ്റൊരു ഹൗലുണ്ടാവും. എല്ലാവരും പോയി വർക്കത്തെടുക്കുന്ന ഔലിയാക്കന്മാർ അവരും ഉണ്ടാവും. അവരവിടെയും കുടിച്ചു. അതിനെ പിന്നെ തിന്നു വെള്ളം ആ കൊടുത്തു. അവർക്ക് അതിനെ എന്നും പാത്തിയോതും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 10 മലക്കുകൾക്ക് എന്നും പാത്തിയോതാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ?
അവർക്കാണ് പരിചയമുണ്ട്. എന്നെ എനിക്കറിയാം. റോഹ് പിടിക്കാതിരിക്കാൻ മലക്കിന് പറ്റൂല. മലക്ക് പിടിക്കണ നേരത്തുണ്ടല്ലോ മയത്ത് പിടിക്കുക. എന്തുകൊണ്ട് മലക്കിന് നമ്മൾ പരിചയമുണ്ട്, നമ്മളൊരു ഫാത്തിഹ എന്നോട് കൊടുക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ عن ابن عباس رضي الله عنهما سئل رسول الله صلى الله عليه وسلم അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു അള്ളാന്റെ കോടതിയിലേക്ക് പോകുന്ന വർത്തമാനങ്ങളെ പറ്റി. അപ്പോൾ പറഞ്ഞു വല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാന്റെ മുന്നിൽ നിൽക്കുക, അള്ളാന്റെ കോടതിയിൽ പോവുക. ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ ഹബീബാൻ നബി പറഞ്ഞു ഇന്ന ഫീല മാ ഹൽ ഫീ മാഉൻ യാ റസൂലുള്ളാഹ്, പരലോകത്ത് വല്ല വെള്ളവും കിട്ടുമോ നബിയേ? ഇവിടെയാണെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ പീടിക നോക്കിയാൽ മതി. എന്തായിട്ടാണെങ്കിൽ നമുക്ക് തിരഞ്ഞു നോക്കാം, എവിടെയെങ്കിലും ഒരു മിനറൽ വാട്ടർ ഇല്ലാതെ കിട്ടും. അവിടെ നടക്കൂലല്ലോ, അവിടെ മിനറൽ വാട്ടറിൻ്റെ ഒന്നും നടക്കൂല. അവിടെ വലിയ വെള്ളവും കിട്ടും നബിയെ. അള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ പോക്കൊക്കെ പോകും, നിർത്തലൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ ബൈക്കൊക്കെ പോകുമ്പോൾ വലിയ വെള്ളം കിട്ടുമോ നബിയെ എന്നൊരാൾ വന്നിട്ട് നബിയോട് ചോദിച്ചു. നാടന്മാരല്ലേ, അറാബികളും അല്ലേ, അവർ ഇജാതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അള്ളാഹു വർഷലക്ക പിന്നെ അല്ല തന്നെയാണോ നിങ്ങൾ പറഞ്ഞേച്ച്? ഒരു അറാബി വന്ന് ചോദിക്കണം, പാടത്തുനിന്ന് കയറി വരികയാണ്. അള്ളാഹു വർഷലക്ക അല്ല അല്ല തന്നെയാണോ നിങ്ങൾ പറഞ്ഞേച്ച്? അത് തന്നെയാണ്. അള്ളാഹു അമറക്ക ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ് ഞങ്ങൾ പറയണമെന്ന് അല്ല തന്നെയാണോ നിങ്ങൾ പറഞ്ഞ്? അല്ല തന്നെ പറഞ്ഞത്. എന്നാ കൈ ഞാൻ പോവുകയാണ്, പുറത്ത് പണിയുണ്ട്. അവരൊക്കെ കാര്യം അങ്ങനെയാണ്, അറാബികളാണ്. നിസ്കാര നിസ്കരിച്ച് റസൂൽ 2 റക്അത്ത് സലാം വീട്ടി. അപ്പോൾ വേക്കുന്ന ഒരാൾ അല്ല ഇനി മുതൽ ഇങ്ങനെ മതിയോ? എന്ത് മതിയോ? അല്ല ഇനി 2 ഉള്ളൂ, 2 അല്ലല്ലോ, 4 നിസ്കരിച്ചില്ലേ? അപ്പോൾ സിദ്ദീഖ് ചിരിച്ചു. അപ്പോൾ നിസ്കരിക്കുക, ബാക്കി 2 കൂടി സഹീബിൻ്റെ സുജൂദ് ചെയ്താൽ മതി. അവിടെയാണ് സഹീബിൻ്റെ സുജൂദ് ശറഅാണ്. മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നബിയോട് ചോദിക്കാൻ പേടിയാണ്. മറ്റൊരു അങ്ങനെ കണക്കൊന്നും ഉണ്ടാവില്ല. അല്ല മുന്നേ കഴിഞ്ഞ ആഴ്ച എങ്ങനെയല്ലേ പറഞ്ഞേ? അതേസമയത്ത് മുഖറബീങ്ങളായ ശിഷ്യന്മാർ മുന്നിലിരിക്കുന്നുണ്ട്. ഒരു അറാണിയത്തിലായി കുറ്റുന്നുണ്ടോ? മനസ്സിലായില്ലേ? വേക്കിലിരിക്കണ ഒരാളുണ്ട്. അല്ല അല്ല മൂല്യനെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വയറിൽ ഞാൻ ഉണ്ടല്ലോ, അങ്ങനെയല്ലല്ലോ അന്ന് നിങ്ങൾ 6 മാസത്തിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ബില്ലാഹറിലത്തെ വയറിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഓർക്ക് പേടിണ്ടാവില്ല, ഒരു നാടന്മാരാണ്, അവർക്ക് അതൊന്നും നോട്ടല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ വന്ന് കേൾക്കണം. അല്ല അല്ല നബി ആയിക്കോട്ടെ, ഞങ്ങൾ മനസ്സിലേക്കൊക്കെ വരാം, പക്ഷേ ആ വൈക്കോയ വല്ലേ വെള്ളം വല്ലതും കിട്ടുമോ? അപ്പൊ നബി പറഞ്ഞു ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, വെള്ളത്തിന് പിടിക്കണ്ട, വെള്ളത്തിന് എന്റെ നഫ്സ് കൈവശം വെച്ച എന്റെ റബ്ബാണേ സത്യം. ഇന്ന ഫീലമാൻ മഹ്ശറിൽ എന്തുണ്ട്? വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും പേടിക്കണ്ട. അള്ളാന്റെ ഔലിയാക്കന്മാര് എല്ലാ നബിമാർ അവന്ന് പോയിട്ടും കുടിക്കുന്നതാണ്. എല്ലായിടത്തും പോയി. അത് നബിൻ്റെ അടുത്ത് പോയി, നിങ്ങളെ വർക്കത്തൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നബിൻ്റെ അടുത്ത് ഞങ്ങളെ പറ്റിയൊക്കെ കുറേ വയറ് കേട്ടതാണ്. ദേശം വെള്ളം ഞമ്മക്കും തരും. അന്ന് ഞങ്ങളൊക്കെ നിങ്ങളെ വയറ് കേട്ടും അലൈഹിസ്സലാന്നൊക്കെ പറഞ്ഞ് ആ മുന്നു കുത്തിരുന്ന ആൾ ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അള്ളാന്റെ ഔലിയാക്കന്മാര് എല്ലാ നബിമാരും ഒന്ന് കൊന്ന് ചുറ്റും ദേശം വെള്ളം എടുക്കി. ഇവിടെ വലിയ വെള്ളം കിട്ടിയിട്ടുണ്ട്. എന്നാലും വർക്കത്തിന് പറയാ ഓർക്കിത് നാടകല്ലേ, അവർക്ക് മനുഷ്യർ നാടകല്ലേ. എന്തുകൊണ്ട്? അവർക്ക് എന്ത് മനുഷ്യർ എന്ത്? കാരണം അവർ രക്ഷപ്പെട്ടില്ലേ. ഇനി അവർക്ക് അതൊക്കെ തമാശയല്ലേ. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഒറിജിനൽ ഒരുത്തൻ്റെ പാസ്പോർട്ട് ഒറിജിനലാണ്, ഇക്കാമ ഒറിജിനൽ ആണെങ്കിൽ ത്രിപുരനായാൽ പോലീസ് വണ്ടി കാണുമ്പോൾ ചെന്ന് നോക്കുമല്ലോ. അല്ല സാർ ഇതൊന്ന് നോക്കി, ജിദ്ദയിലെ ഷെറഫീന്ന് 2000 റിയാൽ കൊടുത്ത് വാങ്ങിക്കാൻ വേണമെങ്കിലോ ഇക്കാമുണ്ടെങ്കിൽ തന്നെ പോലീസ് വണ്ടി കാണുമ്പോൾ മാറും. എന്തുകൊണ്ട്? ഇതെന്തില്ല, പറയാലോ ഇത് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പില്ല. പോകേണ്ടി വരും, നാട്ടിൽ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? നല്ല കഫയിൽ പുതുപുത്തൻ ഈ കാമണ്ട് കൊണ്ടു തന്നു, അപ്പനുറപ്പതിൻ്റെ കമന്റ്. അപ്പൊ പോലീസുകാരെ കാണുമ്പോൾ തന്നെ ഇത് ഒറിജിനൽ ആണോ നോക്കിയാൽ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇവർക്ക് തമാശയാണ്.
അതുപോലെ അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് ദുനിയാവിൽ അള്ളാഹിനെ പേടിയാണ്, ആഖിറത്തിൽ വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയില്ല, ഒരു നടക്ക് തമാശ. അങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കും. ദാഹമൊന്നുമില്ല, അങ്ങനെ കുടിക്കാലോ. അല്ല, അങ്ങനെ കുടിച്ചു. എന്റെ ആത്മാവിനെ കൈവശം വെച്ച എന്റെ റബ്ബാണേ സത്യം, എന്റെ ഉടമക്കാരനായ റബ്ബാണേ സത്യം. എന്ന് 70,000 മലക്കുകളെ അല്ലാഹു മഹ്ശറിലേക്ക് ഇറക്കും. അവരുടെ കയ്യിൽ വലിയ ചുടുചുട്ട അടി തരുന്ന വടികൾ ഉണ്ടാകും. തീനാലുള്ള 70,000 മലക്കൾ ഉണ്ടാവും. വെറും വടീന്റെ ആളുകൾ മാത്രം. മലക്കൾ മൊത്തത്തിലല്ല പറഞ്ഞത്, തല്ലാനായിട്ട് എത്ര? ഹൗളും കൗസറിന്റെ അവിടെ നിന്ന് തല്ലാനായിട്ട് എത്ര 70,000 മലക്കൾ നടക്കും. എന്തിന്റെ വടിയാണ്? മിന്നാരിൻ, തീന്റെ വടി. ഞാൻ അടക്കമുള്ള ഒരു നബിയുടെയും ഹൗദിലേക്ക് വരാതിരിക്കാൻ ആ കുഫാറായ ആളുകളെ അവർ തട്ടി തിരിച്ചുകൊണ്ടേയിരിക്കും. ഈ വൈക്കെന്തിനാ ഇവിടെ നമ്മൾ കൊടുക്കുന്നതിനാണല്ലോ, ഇവിടെ എനിക്ക് കൊള്ളല്ലോ. നമ്മളെ കാത്തിരക്ഷിക്കണം, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു അവസ്ഥയോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു അവസ്ഥയോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസ്ഥയോടെ അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ, റബ്ബേ ആ അവസ്ഥയോടെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഒന്നും കൂടി കേട്ടോളൂ ഹദീസ്. 70,000 മലക്കുകളെ അള്ളാഹു ഹൗദുൽ കൗസറിന്റെ ഏരിയയിലേക്ക് ഇറക്കും. ബിഐദീഹിം, അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കും അസമ്മിന്നാരിൻ, പറയ്, തീന്റെ വടികൾ. യദൂദൂനൽ കുഫാറ, കുഫാറിനെ അവർ ആട്ടി ഓടിക്കും. അമ്പിയാക്കന്മാരെ ആ ഹൗലിൽ നിൽക്കുന്ന ഏരിയയിലേക്ക് വരെ കടക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അള്ളാഹുനെതിരെ ചെയ്തവരും എതിര് പറഞ്ഞവരുമാണ്. അള്ളാഹു ആ അവസ്ഥയോടെ നമ്മളെ കാത്തിരിച്ചു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാണ്. അബൂ ദരീൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖുൽതു യാ റസൂലല്ലാഹ്, നബിയേ മാനിയത്തുൽ ഹൗലി, ഹൗദിലെ പാത്രങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരുവീൻ. ഹൗദുൽ കൗസറിലെ പാത്രങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരുവീൻ. ഖാല, അപ്പോൾ ഹബീബ് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലആനിയതുഹു മിൻ അദദി അക്തറു മിൻ അദദി നുജൂമിസ് സമാ. ആകാശത്തെ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളെക്കാൾ എണ്ണമുണ്ടാകും. ആകാശത്തെ നക്ഷത്രങ്ങള്, വലിയ വലിയ കൗക്കബുകള് എന്തിലുള്ള ഇരുട്ട് കുത്തിയ രാത്രിയിൽ, ഇരുട്ടുള്ള രാത്രിയിൽ, മനസ്സിലായില്ല? ഇരുട്ടുള്ള രാത്രിയിൽ നിങ്ങൾ എന്തിനെ കാണും? രാത്രി, അതായത് രാത്രി തന്നെ, ചില രാത്രി എന്ത് കാണും? നക്ഷത്രത്തിന് ഒരു പാളുണ്ടാവില്ല, കണ്ടിട്ടില്ലേ? എത്രയാണ് കാണുക, അതങ്ങനെ എത്രയോ അറ്റില്ലാതെ അങ്ങനെ ഉണ്ടാവും. എന്ത് കോപ്പുണ്ടാവും എന്ന്. ആരെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചാൽ പിന്നെ അവന് ദാഹം ഇല്ല. അതിന്റെ അവസാന ഭാഗത്ത് 2 കൈത്തോടുകൾ ഉണ്ടായിരിക്കും. എവിടുന്ന് വരുന്ന? സ്വർഗത്തിൽ നിന്ന് വരുന്ന. അതായത് ഈ ഇതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കും. 2 മീസാബ്, പാത്തി, കൈത്തോട്. മനസ്സിലായില്ല? ഇതിന്റെ അവസാന ഭാഗത്ത്, ഈ ഹൗദുൽ കൗസറിന്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്? 2 കൈത്തോടുകളുണ്ട്. അതിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇങ്ങോട്ട്. എവിടുന്ന്? ഇത് എവിടെയാണ്? മഹ്ശറിൽ. ആ മഹ്ശറിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ, സ്വർഗത്തിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. എത്ര ആൾക്കും കുടിക്കാം. അതൊക്കെ കാണാൻ കിട്ടാന്നാണ് അതിന്റെ സന്തോഷത്തിലാണ്. മനുഷ്യന്മാരെ, പഠിച്ചവനെ, നാം പറഞ്ഞാലും മനസ്സിൽ തീരൂല. അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ? അത് കാണൽ പോലും അത്ഭുതം, കുട്ടികൾക്ക് കാണാൻ പോലും കിട്ടും. നിരകത്ത് നിന്നും ഈ അനുഭവങ്ങൾ അള്ളാഹു അവസ്ഥത്തെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.